നിലമ്പൂർ കനോലി പ്ലോട്ട് കാണാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല. പണ്ട് നമ്മുടെ മലബാർ കളക്ടറായിരുന്ന ഹെൻറി വാലന്റീൻ കനോലി അഥവാ HV കനോലിയാണ് ഈ ഒരു പ്ലാന്റേഷൻ പരിപാടി കൊണ്ടുവന്നത്. അന്നത്തെ കപ്പൽ നിർമ്മാണത്തിനൊക്കെ ഒരുപാട് മരങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു. അന്ന് ഈ പ്ലാന്റേഷൻ 2500 ഏക്കറോളം ഉണ്ട് എന്നാട്ടോ പറഞ്ഞത്. വേൾഡിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് മാൻമെയ്ഡ് തേക്ക് പ്ലാന്റേഷൻ എന്നാട്ടോ ഇത് അറിയപ്പെടുന്നത്. നിലമ്പൂർ ടൗണിന് 2 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഇത് വരുന്നത്. ഞാനൊരു 2-3 വർഷം മുന്നെയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അന്ന് എക്സിറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ജങ്കാറിലേക്കുള്ള ടിക്കറ്റും മറ്റും കൊടുത്തുകൊണ്ടിരുന്നത്. മഴയായതുകൊണ്ട് തന്നെ ജങ്കാർ സർവീസ് ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. വിസിറ്റേഴ്സിനെ പ്ലോട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ഹാങ്ങിങ് ബ്രിഡ്ജ് ആയിരുന്നു ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പ്രളയം വന്നതോടുകൂടി അത് പോയി കിട്ടി. അതിൻ്റെ പുനർനിർമ്മാണ പരിപാടികൾ ഇലക്ഷൻ ആയതുകൊണ്ട് നിർത്തിവെച്ചേക്കാന്നാട്ടോ പറഞ്ഞിരിക്കണേ. എൻട്രി ചാർജ് 40 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർ പറയുന്നത് വോട്ടിംഗ് സർവീസൊന്നും ഇല്ല എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ കുറേ പേര് തിരിച്ചുപോയി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടിപൊളിയായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നാണ്. തേക്ക് കൂടാതെ ഇവിടെ വേറെ പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു മരം ആനുവലി 22 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുമെന്നാണ് പറയുന്നത്. പ്ലോട്ടിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കണ്ണിമാരി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഓൾഡസ്റ്റ് തേക്കാണ്. പക്ഷേ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിലൂടെയാണ് നമ്മൾ തിരിച്ച് എക്സിറ്റ് ചെയ്യുന്നത്. എക്സിറ്റ് ചെയ്യുന്ന വഴി നമുക്കൊരു ബട്ടർഫ്ലൈ ഗാർഡൻ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ബട്ടർഫ്ലൈനൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ചുമ്മാ ഒരു വാക്കിനും പീസ്ഫുള്ളായിട്ടിരിക്കാനും പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അവിടെ.